നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അല്ലാഹുവിലുള്ള വിളിയും അല്ലാഹുവിലേക്കുള്ള വിളിയും റബ്ബിനോട് പ്രാർത്ഥിക്കുക സദാ. ആക്രമിക്കപ്പെട്ട മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹുവിനെ വിളിക്കുക, ആത്മാർത്ഥമായി റബ്ബിനെ വിളിച്ചാൽ ആ റബ്ബിന്റെ പ്രതാപിയായ അഭിമാനിയായ ലോകരക്ഷിതാവിന്റെ ദർബാറിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു നിവേദനവും തള്ളപ്പെടുകയില്ല. തീർച്ചയായും അത് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് അല്ലാഹുവിൻ്റെതായ ചില രീതികളുണ്ട് എന്ന് മാത്രം. ആത്മാർത്ഥമാണ് പ്രാർത്ഥനയെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. ഉപേക്ഷിക്കില്ല. പരീക്ഷിച്ചേക്കാം ഒരിക്കലും, ഒരുപക്ഷെ പടച്ചിറപ്പോ, പക്ഷെ ഒരിക്കലും ഉപേക്ഷ കാണിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ആ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നാരിയത്ത് സ്വലാത്ത് ഓതലല്ല. അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ദുരന്തത്തിൽ 70ഓളം സഹാബികൾ അരുങ്കൊല ചെയ്യപ്പെട്ടപ്പോ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വഞ്ചനയുമായ ഒരു ഗോത്ര വിഭാഗം സഹാബികളെ കടുത്തെടുത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബികളോട് നാരിയത്ത് സ്വലാത്ത് ഓതാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. 5 വഖ്ത് നിസ്കാരത്തിലും കൈകൾ ഉയർത്തി ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോട് സഹായം തേടുകയാണ് ചെയ്തത്. അതിനാണ് നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് പറയാ. ആ ഖുനൂത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്. നാരിയത്ത് സ്വലാത്തല്ല, നാരിയത്ത് സ്വലാത്തല്ല. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുവിനോടുള്ള ദുആ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന. ആ ബിർ മഊന ദുരന്തത്തിന്റെ അടുത്ത് തന്നെ സംഭവിച്ചതാണ് അൽ റജീഅ ദുരന്തം. ആ ദുരന്തത്തിൽ 6 സഹാബികളാണ് മരിച്ചത്. അതിലൊരു സഹാബിയായിരുന്നു മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ 6 സഹാബികളെ മദീനയുടെ പ്രാന്തപ്രദേശത്ത് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ വന്നിട്ട് എന്താ പറഞ്ഞറിയോ? റസൂലേ, അവരെ ഞങ്ങളുടെ കൂടെ വിടണം. എന്തിനാണ്? ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാനാണ്, ഞങ്ങൾക്ക് ദീന് പഠിക്കാനാണ്. ദീന് പഠിക്കാനും ഖുർആൻ പഠിക്കാനും തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സമുദായത്തെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സന്തോഷം തോന്നി. പ്രധാനപ്പെട്ട 6 സഹാബികളെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. മദീന വിട്ട് അതിർത്തി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് എത്തിയപ്പോ 200ഓളം വരുന്ന ഗോത്രവർഗ്ഗക്കാർ ഈ 6 സഹാബികളെ ആക്രമിക്കാൻ തുടങ്ങി. ആ സമയത്ത് 3 സഹാബികൾ അവർക്ക് കീഴ്പ്പെട്ടു. 3 സഹാബികൾ അവരുമായി യുദ്ധം ചെയ്തു. അതിലൊരു സഹാബിയാണ് മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്റെ അരയുറയിൽ നിന്ന് വാള് വലിച്ചൂരിയിട്ട് പറഞ്ഞു, അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, മരണം എനിക്ക് പേടിയില്ല. ഷഹാദത്ത് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്, രക്തസാക്ഷിത്വം ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ റബ്ബേ, എനിക്കൊരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ കളവിന്റെയും കാപട്യത്തിന്റെയും മുഖം കാണിച്ച ഈ വൃത്തികെട്ട അല്ലാഹുവിന്റെ ശത്രുക്കൾ എന്റെ ശരീരത്തെ തൊടുന്നതിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണം. ഈ തമ്മാടികളുടെ സ്പർശനം എനിക്ക് വേണ്ട റബ്ബേ. അതെന്റെ ജീവിതത്തിലായാലും ഞാൻ ഷഹീദായിട്ടായാലും. യുദ്ധം തുടങ്ങി. ഈ 200 ആളുകളിൽ ഒരാൾക്ക് പോലും ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി. അവസാനം അവർ തീരുമാനിക്കാൻ ആസിം ഇബ്നു സാബിത്തിനെ ദൂരെ നിന്ന് കല്ലെറിഞ്ഞു കൊല്ലാം, അത് മാത്രമേ രക്ഷയുള്ളൂ എന്ന തീരുമാനത്തിൽ അവരെത്തുകയാണ്. അങ്ങനെ കല്ലെറിയാൻ തുടങ്ങുകയാണ്. 4 ഭാഗത്തുനിന്നും കല്ലെറിഞ്ഞു. കല്ലേറുകൊണ്ട് തലപൊട്ടി, ശരീരം മുഴുവൻ വ്രണമായി, നിലം ചിന്തി ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടേക്ക് വീഴുകയാണ്. ആ സഹാബിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതറിയും, ഉഹുദ് യുദ്ധത്തിൽ ധീരമായി പോരാടിയ സഹാബിയാണ്. ആ സഹാബി ധീരമായി പോരാടിയത് കൊണ്ട് ഖുറൈശികൾ ആ സഹാബിയുടെ തലയ്ക്ക് ഒരു വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെങ്കിലും ആസിം ഇബ്നു സാബിത്തിന്റെ തലയെടുത്തിട്ട് മക്കയിലേക്ക് കൊണ്ടുവന്നാൽ ആ തലയോട് നിറയെ സ്വർണ്ണ നാണയവുമായി അവന് സമ്മാനം കൊടുക്കും എന്നൊരു ഓഫർ ഖുറൈശികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ചലനമറ്റപ്പോ ഈ ഗോത്രവർഗ്ഗക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇവന്റെ തലയെടുത്തിട്ട് ഖുറൈശികൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ അവർ ആ തലയോട് നിറയെ സ്വർണം തരും. അതുകൊണ്ട് വാ, അവന്റെ തലയെടുത്തെടുക്കാം. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് ഈ മനുഷ്യർ പോയപ്പോ എങ്ങ് നിന്നോ? വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അല്ലാഹുവിന്റെ പട്ടാളത്തെ കുറിച്ച് റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ. എവിടെ നിന്നോ ഒരു പറ്റം ഭീമാകാരമായ കടന്നൽ കൂട്ടം അവരെ ആക്രമിക്കാൻ വന്നു. ഈ ഗോത്രവർഗ്ഗക്കാരെ ആക്രമിക്കാൻ വന്നു. അവർ ജീവനും കൊണ്ടോടി. ഓടുനോട്ടത്തിൽ അവര് പറഞ്ഞു, വൈകുന്നേരം വന്നിട്ട് നമുക്ക് തലയെറുക്കാം, ഇപ്പൊ എന്തായാലും പറ്റൂല, ഈ കടന്നൽ കൂട്ടം ഒന്ന് പോകട്ടെ. വൈകുന്നേരമായി അവർ വന്നു നോക്കിയപ്പോഴും ആ കടന്നൽ കൂട്ടം ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ ചുറ്റിലും പാറി കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തു, അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർ തിരിച്ചുപോയി പ്രഭാതത്തിൽ വരാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ആസിം റളിയല്ലാഹു അൻഹു കിടന്നിരുന്ന ആ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു. ആ മഴയിൽ
ആസിം റളിയല്ലാഹു അൻഹു കിടന്നിരുന്ന പ്രദേശം അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ആണ്ടുപോയി. അള്ളാഹു സ്വന്തം മറമാടിയ അടിമ എന്ന പേര് ആസിം റളിയല്ലാഹു അൻഹുവിന് ചരിത്രത്തിലുണ്ട്. പിറ്റേന്ന് ശത്രുക്കൾ ആസിം റളിയല്ലാഹു അൻഹുവിനെ തലയെടുക്കാൻ വേണ്ടി വരുമ്പോ അവർക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആസിം റളിയല്ലാഹു അൻഹു കിടന്നിടത്തൊരു വലിയ ഗർത്തം മാത്രമാണ്. അദ്ദേഹത്തിന് പൊടി പോലും കാണാനില്ല. അള്ളാഹു സംരക്ഷിച്ചതാണ്. പ്രാർത്ഥന ആത്മാർത്ഥമായപ്പോ ലോകത്തിന്റെ രക്ഷിതാവിന്റെ സംരക്ഷണം ഉണ്ടായതാണ്. ഈ സംരക്ഷണം ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടുണ്ട്. എത്ര ദുർബലനാണെങ്കിലും അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ തന്ത്രം പ്രയോഗിക്കുന്നവൻ. ആ റബ്ബിന്റെ തന്ത്രത്തെക്കാൾ വലിയൊരു തന്ത്രം മനുഷ്യ മസ്തിഷ്കങ്ങൾക്ക് ആവിഷ്കരിക്കാൻ കഴിയുകയില്ല തന്നെ. അതൊരു പ്രാപഞ്ചിക സത്യമാണ്.